നീ ഇന്നലെ മുതൽ നോക്കാൻ തുടങ്ങിയതാണല്ലോ. ആ നോട്ടം ഇതുവരെയും തീർന്നതുമില്ല, മനസമാധാനവും വന്നില്ലേ നിനക്ക്? എന്തോന്ന് കാര്യം? എന്നെ കൊണ്ടുപോകാൻ കാലം പറഞ്ഞാൽ ഞാൻ നോക്കിയത്. ഈ കണക്കിനാണെങ്കിൽ കാലിനെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോവും. മനസമാധാനം ഈ വീട്ടിൽ പണ്ടല്ലേ. എങ്ങനെ മനസമാധാനം കിട്ടും? അങ്ങനത്തെ പ്രവൃത്തികളല്ലേ വന്നിരുന്ന് കാണിക്കണത്. ഇവിടെ എന്തോന്ന് പ്രവൃത്തി കാണിക്കുന്നു? ഇതെന്തോന്നാണ് ഇതൊക്കെ വൃത്തിയായിട്ട ഒരു പ്രവണതയാണ്. വീട്ടിന്റെ തിരുമുറ്റത്ത് വന്നിരുന്ന് പേന് നോക്കുകയാണ്. തിരുമുറ്റം രാജകൊട്ടാരാണല്ലോ. എടി ഇത് മതി ഭരണ ഐശ്വര്യങ്ങളൊക്കെ പോവാനായിട്ട്. ശരിക്കും എന്താ ക്ലീറ്റോന്റെ പ്രശ്നം? എന്റെ പ്രശ്നം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ ഇപ്പൊ അകത്ത് പോണതാണ്. മനസ്സില്ല. വേണ്ട നോക്കുമ്പോ വെറുതെ മനുഷ്യന്റെ വായിട്ട് കോലിട്ട് പോകരുത്. എന്നാലും അകത്ത് കയറി പോയി പേനോട്ടം നിർത്തിയാൽ നിനക്ക് മനസമാധാനം കിട്ടുമോ? നിങ്ങൾ അകത്ത് പോ. ഇത് അകത്ത് പോയിട്ട് നോക്ക്. ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം. എന്തെങ്കിലും ചെയ്താന്ന് പറഞ്ഞ പറയലയാ. ഞാനിപ്പോ വീട്ടിലുണ്ട്. എന്തായി? അല്ല നീ അത് കണ്ട് കൈയോടെ വാങ്ങിക്കാത്തണ്ടായി. നീ ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്ക്. തരൂലേ? ശരി ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. ഓക്കേടാ. ആരുടെ ഞാൻ ഇതിന് മാത്രം ഒന്നും പറഞ്ഞില്ല. അമ്മ ഇവിടെ ഓടുന്നത് എവിടാ? അൻസാറെ, നീ കുറെ നിന്നോട് കണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ? നിനക്ക് അയാളെ അറിയാലോ. അയാൾ തന്നെ ആണാ? ചുമ്മാ ആരെങ്കിലും പറയണമെന്ന് പറഞ്ഞ് എന്തെങ്കിലും പറയല്ലേ? ഞാനിവിടെ മണിക്കൂർ എത്ര ആയെന്നറിയാമോ? എടേ, നിനക്ക് പോസ്റ്റ്മാനെ അറിയാം, പിന്നെ എനിക്കെന്താണ് അറിഞ്ഞൂടെ പോസ്റ്റ്മാനെ? ഞാൻ ഇവിടെ നേരം വിളക്കുന്ന പോലെ തുടങ്ങിയാണ് നിൽപ്പാണ്. എടാ ഇല്ലെന്നേ. ഏയ് ഹലോ സ്ഥലം മാറിപ്പോയി. അവരിപ്പോ ആലപ്പുഴയിലാ ജോലി. നമ്മുടെ വീട്ടിലുള്ള എല്ലാ വിവരങ്ങളും എല്ലാവരോടും പറയണെന്തിനാണമ്മ? എടുത്തോളൂ. അല്ല, അങ്ങനെ തരാൻ പറ്റത്തില്ല. ഇത് കനകനില്ലെങ്കിൽ നമുക്ക് തരാൻ പറ്റത്തില്ല. കനകന് ഒപ്പിട്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല. അതിപ്പോ എങ്ങനെയാ? അപ്പം ചെയ്യും ഇത് തിരിച്ചയക്കണം. അത് വേണ്ട. അല്ല ചേട്ടാ, ഒരു പ്രശ്നമുണ്ട്. അവനിപ്പോ ട്രാൻസ്ഫർ ആയിട്ട് അങ്ങ് ആലപ്പുഴയ്ക്ക് പോയതേ ഉള്ളൂ. ഇതിന് മേടിക്കാൻ വേണ്ടിട്ട് മാത്രമായിട്ട് വരാന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു ദിവസം ജോലി കളഞ്ഞു വേണം വരാനായിട്ട്. ഉടനെ അവിടെ ചെന്ന് ചാർജ് എടുത്തോണ്ട് പെട്ടെന്ന് ലീവും കിട്ടൂല. അമ്മയാണ്. അല്ല, അമ്മ ഇതിനു മുമ്പ് പേടിക്കാനൊന്നുമില്ല. ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പുതിയ ആളാണല്ലേ? ഇതിനു മുമ്പത്തെ ചേട്ടൻ ഞങ്ങൾക്ക് നല്ല പരിചയം. പക്ഷേ അന്നത്തെ പോലെ അല്ല. അന്ന് നിയമങ്ങൾ മാറി, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അമ്മ ഇത് ഒപ്പിട്ട് വാങ്ങിച്ചാൽ അമ്മ അകത്ത് പോകേണ്ടി വരും. നിങ്ങളുടെ ജോലി പോവും. പുതിയ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഒന്നും മിണ്ടാതിരിക്കും ക്ലീറ്റോ. ഇത് മേടിക്കണ്ടേ? കുഴപ്പങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ചേട്ടൻ പുതിയ ആളായതുകൊണ്ട് ഇതിന് മുമ്പുള്ള ആളെ നല്ല പരിചയം നമുക്ക്. ആലോചിച്ചിട്ട് മതി, വെറുതെ ആവേശം കാണിക്കില്ല. അതിലൊപ്പിട്ടോ. അല്ല ഒപ്പിട്ടോ. അത് നോക്കട്ടെ എന്താ. ഞാൻ നോക്കി, ഞാൻ പറഞ്ഞുതരാം. ഇതൊന്നുമില്ല അമ്മ. ഇത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഒപ്പിട്ട് കൊടുക്കും. എന്താ ഒന്നുമില്ല.
വെറുതെ ഒരു നിസാര കേസ്. ഇത് പിന്നെ കനകനും ഫാസിലും കൂടെ മുമ്പ് ഒരു ദിവസം വെള്ളം ഒഴിച്ചിട്ട് സ്കൂട്ടർ ഒഴിച്ചിട്ട് നേരെ നമ്മുടെ സുരേന്ദ്രൻ മുതലാളിയുടെ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചു. സുരേന്ദ്രൻ മുതലാളിയുടെ വണ്ടിക്ക് വലിയ ഡാമേജ് ഉണ്ടായി. അപ്പം അന്ന് കുറച്ച് പൈസ കൊടുക്കാന്ന് പറഞ്ഞു. അത് കൊടുക്കാത്തതുകൊണ്ട് പേടിപ്പിക്കാൻ വേണ്ടി വക്കീലിനെ കൊണ്ട് നോട്ടീസ് അയപ്പിച്ചേക്കുന്നത്. അയ്യോ, അങ്ങനെ ഒരു വിവരം നമ്മൾ അറിഞ്ഞില്ലല്ലോടി. ഇതൊക്കെ ഇനിയിപ്പോൾ എല്ലാം മക്കൾ അങ്ങനെ അമ്മമായിട്ട് പറയണമെന്നൊന്നുമില്ല. അത് തന്നെ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വക്കീൽ നോട്ടീസ് ഒക്കെ പിന്നെ അത് കൊടുക്കൂലേ? അത് നഷ്ടപരിഹാരം കൊടുക്കാന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കുമ്പോൾ ഞാനായാലും ഇപ്പോൾ പൈസ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വക്കീൽ നോട്ടീസ് അയക്കാം. നീ വായിച്ചു നോക്ക്, നീ സംശയം വായിച്ചു നോക്ക്. വായിച്ചു. ഞാൻ പറഞ്ഞ ഇത് ഞാൻ പറഞ്ഞ സംഭവം തന്നെയാണല്ലോ ഇത് സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ആൾക്ക് കനകൻ ചെക്ക് എന്തോ കൊടുത്തിട്ടുണ്ട്, അത് ബൗൺസായി. എങ്ങനെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളിനെ ഇവിടുത്തെ കനകൻ ചെക്ക് കൊടുത്തത് ബൗൺസായി. അതിന്റെ എത്ര രൂപ? അത് 30,000 രൂപ ആയിരിക്കും. അല്ല, അത് എന്താ വെച്ച് കഴിഞ്ഞാൽ സുരേന്ദ്രൻ മുതലാളി 30,000 രൂപയിൽ കൂടുതൽ ആർക്കും കൊടുക്കൂല. വേറെ എന്തെങ്കിലും രൂപയൊന്നും എഴുതിയിട്ടില്ല. 15 ദിവസത്തിന് അത് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ കേസാവുന്നതാണ് ഇത്. സുരേന്ദ്രൻ മുതലാളി തന്നെയാണോ ഈ സുരേന്ദ്രൻ? അതായത് തന്നെ ഈ മുതലാളി. നീ കനകനെ ഒന്ന് വിളിച്ചു നോക്ക്. ഇത് വെറുതെ അവനെ വിളിച്ച് പേടിപ്പിക്കാതൊന്നുമില്ല. ഇത് സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് ഈ കൊടുക്കാനുള്ള പൈസ കൊടുക്കുമ്പോൾ ആ പ്രശ്നം ഒന്ന് തീരും. അത് കൊടുക്കണമെങ്കിൽ അവനത് കാര്യം അറിയണ്ടേ? ചെക്ക് മടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അറിയിച്ചാ പോരെ? അറിയിക്കട്ടെ. വേണ്ട, അതിപ്പോ എന്തിനാണ് ഇപ്പൊ ധൃതിപ്പെടല്ലേ? അവ എന്തായാലും ജോലി തിരക്കിൻ്റെ നിൽക്കുമ്പോ ആയിരിക്കണമെങ്കിൽ പോസ്റ്റ് മോന് എനിക്ക് എന്റെ മോനൊന്നും കുഴപ്പമൊന്നും വരത്തില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ മോന്റെ ജോലി പോകും, ചിലപ്പോൾ ജയിലിൽ പോകും. വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്നാ പോട്ടെ. ഹലോ, ആടാ മോനെ. അതെ, നീ മറ്റേ സുരേന്ദ്രൻ മുതലാളിനോട് പൈസ വല്ലതും മേടിച്ചായിരുന്നോ? ഇല്ലേ? പിന്നെ എന്തിനാ നീ ചെക്ക് കൊടുത്തത്? അല്ല, നീ എന്താ ചെക്ക് കൊടുത്തിട്ട് അത് ബൗൺസ് ആയിന്നോ ഒക്കെ പറഞ്ഞിട്ട് ഇവിടെ പോസ്റ്റ്മാൻ ഒരു വക്കീൽ നോട്ടീസ് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ, പിന്നെ നിന്റെ ചെക്ക് എങ്ങനെ കിട്ടി? അല്ലല്ല, നീ ടെൻഷൻ അടിക്കണ്ട, നോക്കട്ടെ. ഞങ്ങൾ വേണമെങ്കിലേ മുതലാളിയുടെ അടുത്ത് പോയി ചോദിക്കും. ഇനി അയാൾക്ക് മാറിപ്പോയത് വല്ലതും ആണോ എന്ന് അറിയില്ലല്ലോ. എന്നാ ഞങ്ങളിപ്പോ തന്നെ പോവാം. എന്തോ പറഞ്ഞടി? പോലീസ് അതിന്റെ ഒന്നും ആവശ്യം. നീ സമാധാനപ്പെടി, ഞാൻ തിരിച്ചു വിളിക്കാം. നടങ്ങമ്മേ. അമ്മ 1 രൂപ പോലും കനകം മേടിച്ചിട്ടില്ല മുതലാളിയുടെ കയ്യിൽ നിന്ന്. ചെക്കും കൊടുത്തിട്ടില്ല. അപ്പൊ എന്തോ തരികിട ഇതില് നടന്നിട്ടുണ്ട്. എനിക്ക് എപ്പോഴാണ് എനിക്ക് കത്തിയത്. ഇത് സംഭവം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഞാൻ ഫാസിലിന് വേണ്ടി 30,000 രൂപ മേടിച്ചു സുരേന്ദ്രൻ മുതലാളിയിൽ നിന്ന്. എന്നിട്ട് കനകന്റെ ചെക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്തു? ഫാസിൽ പൈസ തിരിച്ചടച്ചിട്ടില്ല. ഇപ്പൊ കനകൻ ഇല്ലല്ലോ. ക്ലീറ്റോ അല്ല കനകൻ. ഇത്രയും കിടന്ന് ഉരുളണ്ട. അവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ട് വീട്ടിൽ പറയും. അല്ല, ഇത് പിന്നെ നീ നോക്കണേട്ടാ, എന്നെ എന്തിനാണ് നോക്കണേ? നിങ്ങളെ നോക്കണമല്ല, കനകം പൈസ മേടിച്ചിട്ടില്ല. കനകം മേടിച്ചിട്ടില്ല. ഇതിപ്പോ പിന്നെ കനകന്റെ പേരിലല്ലേ ഇത് വന്നേക്കണേ? പക്ഷെ നിങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ മേടിച്ചു. നിങ്ങൾ 30,000 രൂപ കൊടുക്കാനല്ലേ മുതലാളിക്ക്? ഞാൻ 30,000 രൂപ കൊടുക്കാനുള്ളത് ഇലക്ഷൻ്റെ അന്ന് കൊടുത്തു. എന്ന് കൊടുത്തു? ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ല, ഞാൻ കൊടുത്തു. ഇലക്ഷന്റെ ആ സമയത്ത് കൊണ്ട് കൊടുത്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് മേടിച്ചു? അത് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ചു. ക്ലീറ്റോ കിടന്ന് ഉരുളരുത്. ഈ ചെക്ക് എങ്ങനെയാ സുരേന്ദ്രൻ മുതലാളിയുടെ അടുത്ത് ചെയ്യുന്നത്? അതാണ് ഞാനും ആലോചിക്കണേ. ഇതെങ്ങനെ ഈ ചെക്ക്? അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ചെക്കിന് കൈയും കാലും ഉണ്ട്, നടന്നങ്ങ് ചെന്നു. തമാശ ഞാൻ അതാണ് ആലോചിക്കുന്നത്. ക്ലീറ്റോ സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പൊ സുരേന്ദ്രൻ മുതലാളിനെ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി കാണും. ഞാൻ അവിടെ ചെന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കും. അല്ല, അത് എനിക്ക് തോന്നുന്നത് എന്റെ ഓർമ്മ ഇത് ഞാൻ 30,000 രൂപ ഞാൻ പിന്നെ എപ്പോഴും ഒരു പ്രാവശ്യം പോയി മേടിച്ചു. അമ്മേ, പോലീസിനെ വിട്ടാ പറ്റൂ. അല്ല, അതെ, പോലീസിനെ വരട്ടെ. എന്റെ ദേഷ്യം, എനിക്ക് ദേഷ്യം അതങ്ങനെ ഞാൻ പറയണത് കേൾക്ക്. അതായത് അമ്മ, എനിക്ക് 30,000 രൂപ ഞാൻ ഇടയ്ക്ക് മേടിച്ചപ്പോ ഒരു ചെക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെക്കില്ല, അപ്പൊ ചെക്കില്ലാതെ തരൂലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ നിവൃത്തിയില്ലാതെ വന്നപ്പോ പിന്നെ എനിക്ക് പനി വന്ന ഒരു ദിവസം ഇല്ലായിരുന്നു. ഞാൻ ഈ ഇടയ്ക്ക് പനി ആയിട്ട് കുറച്ച് ദിവസം ഇവിടെ 2 ദിവസം നിന്നില്ലേ. എന്റെ ക്ലീറ്റോ, നിങ്ങൾക്ക് പനി പിടിച്ച് വിഷമിച്ചിരിക്കാണല്ലോ എന്ന് വിചാരിച്ച് ഞാനവിടെ പുതപ്പിട്ട് മൂടി ആവിയും പിടിപ്പിച്ച് നിർത്തിയിട്ട് ഇവിടെ വന്ന് ചെക്ക് മോഷിച്ചിട്ട് പോയല്ലേ? എന്താന്ന് വെച്ചാ കാണിക്കുന്നേ? എനിക്കറിയാൻ പാടില്ല. പാർട്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ 30,000 രൂപ 40,000 രൂപ ഒക്കെ കൊണ്ടുവന്ന് ഓരോരുത്തരുടെ കയ്യിൽ കടം മേടിക്കണേ? അല്ലാതെ ഇതിപ്പം ഇത്ര വലിയ പ്രശ്നമൊന്നും ആക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക്
ബഹളം വയ്ക്കാം. നമ്മക്കല്ല നിങ്ങൾ. നമുക്ക് എനിക്ക് ഇത് സമാധാനമായിട്ട് തീർക്കാന്നുള്ള കാര്യമേ ഉള്ളൂ. അതെ അമ്മ, ഇതിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ് ഇത്. പേടിപ്പിക്കാൻ വേണ്ടിട്ടാണോ വക്കീൽ നോട്ടീസ് അയക്കണ എല്ലാവരും? അവന് ജോലി പോകും, നിങ്ങൾ കളിക്കാ. എന്റെ ചെറുക്കന്റെ ജോലി എങ്ങാനും പോയാ ഇതിനു വേണ്ടിയാണ് നീ 2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടിയത് അല്ലേടാ? കള്ള പെരും കള്ള. മനസമാധാനം പോയി. എന്തൊക്കെ അഭ്യാസമായിരുന്നു ഇവിടെ. അമ്മ ഒന്നുമില്ല, ഇത് ഇപ്പൊ നിസ്സാര കാര്യമാണ്. ഇതൊക്കെ നമ്മൾ എത്രയോ കണ്ടേക്കണം. ഇതിപ്പോ ഞാൻ പരിഹരിച്ചു തരാം. ഇത് നിസ്സാര കാര്യം. ഇത് നമുക്ക് ഇച്ചിരി പൈസ വരാണ്ടല്ലോ. നിനക്ക് പൈസ വരാനുണ്ടോ? എനിക്കല്ല, അമ്മയ്ക്ക് പൈസ വരാണ്ടല്ലോ. പെൻഷന്റെ പൈസ വന്നിട്ടില്ലല്ലോ. പെൻഷന്റെ പൈസ അത് എത്ര രൂപയുണ്ടമ്മ? അത് 12,000 ആണല്ലോ. അപ്പൊ അതിൽ 2,000 രൂപ അമ്മ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു, 10,000 രൂപ നമ്മളെടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു. അടുത്ത മാസം എത്ര രൂപ പെൻഷൻ കാശ് വരും? അടുത്ത മാസം 12,000 വരുമല്ലോ. 2,000 രൂപ അമ്മ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു, 10,000 രൂപ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു. ഇനി അതിന്റെ അടുത്ത മാസം എത്ര രൂപ പെൻഷൻ കാശ് വരും? 12,000 ആണല്ലോ. 2,000 രൂപ അമ്മ എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കുന്നു, 10,000 രൂപ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു. 3 മാസമായപ്പോൾ രൂപ 30,000 രൂപയായി. ഇതുകൊണ്ട് സുരേന്ദ്ര മുതലാളിക്ക് കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതിനോട് വെറുതെ കാട് കയറി ചിന്തിച്ച്. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷേ ഞാൻ തരത്തില്ലല്ലോ. Alien versus Alien.